പക്ഷെ ഈ ഭർത്താവ് അറിയാത്തൊരു സത്യമുണ്ട്. തന്റെ ഭാര്യക്ക് കണ്ണ് മാത്രമാണ് കാണാത്തത്. കൽബിന് നല്ല കാഴ്ചയുണ്ടായിരുന്നു. പുറത്ത് നല്ല ചൂടാണ്. തണുത്ത എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതി ഒരു കൂൾ ബാറിൽ കയറിയപ്പോ പുറകിലൊരാള് മറ്റൊരാളോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ കഴിക്കാൻ വേണ്ടത് എന്ന്. നോക്കുമ്പോ ഒരു പ്രവാസി ഭാര്യയും ഭർത്താവാണ്. ഭാര്യക്ക് കണ്ണ് കാണില്ല കേട്ടോ. ഈ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, എനിക്കൊരു അവക്കാഡോ ജ്യൂസ് വേണം, ഞാൻ ഇതിനു മുമ്പ് കഴിച്ചിട്ടില്ല. ഇത് കേട്ട ഭർത്താവ് പറഞ്ഞു, ഓക്കെ, അതിനെന്താ വാങ്ങിത്തരാലോ. ഇത് പറയുന്ന സമയത്ത് ഇയാൾ തന്റെ പേസിലേക്ക് നോക്കുന്നുണ്ട്. അങ്ങനെ കടയുടെ ഉടമസ്ഥൻ വന്നു, എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അയാള് തന്റെ നാവ് കൊണ്ട് പറയുന്നത് 2 എന്നാണ്, 2 അവക്കാഡോ ജ്യൂസ്. പക്ഷെ വിരലുകൾ കൊണ്ട് അയാൾ 1 എന്ന് മാർക്ക് ചെയ്തു. ഇങ്ങനെയാണ് അയാൾ പറയുന്നത്, 2 അവക്കാഡോ ജ്യൂസ്. കൊക്കത്ര വളങ്ങേണ്ടതാണ് എന്ന ഭാവത്തിൽ കടക്കാരൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ ജ്യൂസ് എത്തി. ഇത് നിനക്ക് എന്ന് പറഞ്ഞ് ഭാര്യയുടെ മുമ്പിലേക്ക് ആ ഒരേ ഒരു ജ്യൂസ് ഭർത്താവ് നീട്ടി. താൻ കഴിക്കാത്ത ആ ജ്യൂസിനെ കുറിച്ച് അയാൾ വാതോരാതെ പറയുമ്പോ അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന തന്റെ ഭാര്യയുടെ മുഖത്തെ സന്തോഷം അയാൾ കൺകുളിർക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ അവസാനം ഇയാള് ഭാര്യയോട് പറയാണ്, എന്റെ കഴിഞ്ഞു, ഞാൻ കുടിച്ചു കഴിഞ്ഞു, ഞാൻ ക്യാഷ് പേ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അയാള് എണീച്ചു പോവുകയാണ്. പക്ഷെ ഈ ഭർത്താവ് അറിയാത്തൊരു സത്യമുണ്ട്. തന്റെ ഭാര്യക്ക് കണ്ണ് മാത്രമാണ് കാണാത്തത്. കൽബിന് നല്ല കാഴ്ചയുണ്ടായിരുന്നു. നോക്കുമ്പോ ഈ ഭാര്യ ഭർത്താവ് പോയപ്പോ ഭർത്താവ് ഇരുന്ന ഇടത്ത് ഭർത്താവ് കുടിച്ചു കഴിഞ്ഞ് എന്ന് പറഞ്ഞ ആ ഗ്ലാസ് തപ്പി നോക്കി. തന്റെ ഭർത്താവ് കുടിച്ച് അവശേഷിപ്പിച്ച ആ ഗ്ലാസ് അവിടെ തന്നെ ഉണ്ടോ എന്ന് ഭാര്യ ശരിക്കൊന്ന് എത്തിച്ചു നോക്കിയപ്പോ അവിടെ അങ്ങനെ ഗ്ലാസും ഇല്ല, അയാൾ കുടിച്ചിട്ടുമില്ല. ഭാര്യക്ക് മനസ്സിലായി. കാശ് പേ ചെയ്ത് തിരിച്ചു വന്ന ഭർത്താവിനോട് ഭാര്യ പറയാണ്, എന്റെ വയറ് നിറഞ്ഞു. മലപ്പുറംകാരാണ്, അവർ പറയുന്ന ഭാഷ ഇങ്ങനെയാണ്, എന്റെ വയറ് നിറഞ്ഞിക്കണു, പകുതി നിങ്ങൾ വിളിച്ചായി. ഇത് കണ്ടു നിൽക്കുന്ന എന്റെ കണ്ണ് നിറയുന്നുണ്ടോ എന്ന് ഞാൻ ഒന്ന് നോക്കിയിരുന്നു. പക്ഷെ അയാളുടെ കണ്ണ് ശരിക്കും നിറയുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ കാണാൻ നമ്മുടെ കണ്ണുകൾക്ക് കാഴ്ച വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. മറിച്ച് കൽബിന് കാഴ്ച ഉണ്ടായാൽ മതി. ഒന്ന് ആലോചിച്ചാല് നമുക്ക് ചുറ്റുമുള്ളതൊക്കെ നമുക്ക് കണ്ണടച്ച് കാണാൻ കഴിയും. അതാണ് എനിക്ക് ആ ഭാര്യയും ഭർത്താവും പറഞ്ഞു തന്നത്. എന്തായാലും കാണാൻ നമുക്ക് കഴിയട്ടെ. വസ്സലാം.